എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പോളിറ്റിയുടെ റിവിഷനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. അത് ആക്ച്വലി ഡീൽ ചെയ്യുന്നത് 1947 വരെയുള്ള ആക്ട്സും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെയാണ്. അപ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്യുന്നൊരു പോർഷനാണ്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഇപ്പോൾ സ്പെക്ട്രം പോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമാണ്. ഈ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കണ്ടില്ലേ, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773? ആദ്യത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആദ്യമായിട്ട് എനാക്ട് ചെയ്ത, ഇന്ത്യക്ക് വേണ്ടി എനാക്ട് ചെയ്ത ആക്റ്റാണ്. അതിൻ്റെ പല ഫീച്ചേഴ്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബംഗാളിലെ ഗവർണർ ജനറലാക്കി എന്നുള്ളതാണ്. വാരൻ ഹേസ്റ്റിങ്സിൻ്റെ സമയത്താണ് ഈ പറയുന്ന ആക്ട് എനാക്ട് ചെയ്തിരിക്കുന്നത്. 1774 ഒരു സുപ്രീം കോടതി കൽക്കട്ടയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. അതുപോലെ ബ്രിട്ടീഷ് അതായത് കമ്പനി ഒഫീഷ്യൽസിനെ പ്രൈവറ്റ് ട്രേഡിൽ നിന്നും വിലക്കിയതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്പെക്ട്രത്തിൽ പഠിക്കുന്നുണ്ട്. പല ആക്ട്സും ഉണ്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട്, അതുപോലെ തന്നെ ചാർട്ടർ ആക്ട് ഓഫ് 1793, ചാർട്ടർ ആക്ട് ഓഫ് 1813, ചാർട്ടർ ആക്ട് ഓഫ് 1833, അതുപോലെ കൗൺസിൽ ആക്റ്റുകൾ, 3 കൗൺസിൽ ആക്റ്റുകൾ. ഇതൊക്കെ ഹിസ്റ്ററിയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവസാനത്തെ ഭാഗത്ത്, ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാന ഭാഗത്ത് നമുക്ക് ആക്ട്സ് വേറെ തന്നെ പഠിക്കാനുണ്ട്. ആ സമയത്ത് പഠിക്കാവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ മുതൽ ഡിസ്കസ് ചെയ്യാം. മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിൽ എന്നുള്ളത് നോക്കാം. അപ്പോൾ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഡിമാൻഡ് ആദ്യമായിട്ട് ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത് എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഇൻ 1934 ദ ഐഡിയ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഫോർ ഇന്ത്യ വാസ് പുട്ട് ഫോർവേഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ M.N. റോയ്, എ പൈനിയർ ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ 1934 ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നൊരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ആരാണ്? M.N. റോയ് ആണ്. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മൾ വളരെ പെട്ടെന്നാണ് റിവൈസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വായിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഇതിൽ ചോദ്യം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു ഫുള്ളി എലക്റ്റഡ് അല്ലെങ്കിൽ ഫുള്ളി നോമിനേറ്റഡ് ബോഡി ആയിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ്. ഇതിൽ നമുക്ക് നോക്കാൻ പറ്റും. It is clear that the Constituent Assembly was to be a partly elected and partly nominated body. Moreover, the members were to be indirectly elected by the members of the provincial assemblies who themselves were elected on a limited franchise. അപ്പോൾ ഇതൊരു പാർട്ട്ലി എലക്റ്റഡും പാർട്ട്ലി നോമിനേറ്റഡ് ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നു. വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹാഡ് ഇറ്റ്സ് ഫസ്റ്റ് മീറ്റിംഗ് ഓൺ December 9, 1946. ഈ ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനെയുള്ള ഡേറ്റുകൾ എപ്പോഴും ചോദിക്കുന്നതാണ് PSC. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി held its first meeting on December 9, 1946. The Muslim League boycotted the meeting and insisted on a separate state of Pakistan. അപ്പോൾ മുസ്ലിം ലീഗ് ഈ പറയുന്ന മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്യാണ് ചെയ്തത്. മീറ്റിംഗ് വാസ് ദസ് അറ്റൻഡഡ് ബൈ ഓൺലി 211 members. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ദ ഓൾഡസ്റ്റ് മെമ്പർ, വാസ് എലക്റ്റഡ് ആസ് ദ ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദി അസംബ്ലി. ഇപ്പോൾ 2 ചോദ്യങ്ങൾ ഇതിൽ തന്നെ വന്നു. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് എപ്പോഴായിരുന്നു? December 9, 1946 ആണ്. അതുപോലെ തന്നെ ഇതിൽ ആരായിരുന്നു ടെമ്പററി പ്രസിഡന്റ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ദ ഓൾഡസ്റ്റ് മെമ്പർ വാസ് എലക്റ്റഡ് ആസ് ദി ടെമ്പററി പ്രസിഡന്റ്. ഇതിൽ മുസ്ലിം ലീഗ് പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വന്ന തെറ്റാണ്. കാരണം മുസ്ലിം ലീഗ് ബോയ്ക്കോട്ടഡ് ദി മീറ്റിംഗ്, ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലേ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? ഇത് പ്രിയാമ്പിളായി പിന്നീട് മാറിയ ഒരു പ്രിഫേസായി മാറിയ കാര്യമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലേ. ഓൺ December 13, 1946 ജവഹർലാൽ നെഹ്റു മൂവ്ഡ് ദ ഹിസ്റ്റോറിക് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻ ദ അസംബ്ലി. അപ്പോൾ എപ്പോഴാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത്? ഓൺ December 13, 1946. അപ്പോൾ ഇതിലെന്താണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിക്ലെയർസ് ഇറ്റ്സ് ഫേം ആൻഡ് സോളം റിസോൾവ് ടു പ്രൊക്ലെയിം ഇന്ത്യ. ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയായിരിക്കണം അതാണ്. ഇറ്റ് ലേഡ് ഡൗൺ ദ ഫണ്ടമെൻറ്റൽസ് ആൻഡ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചൊരു പ്രിഫേസ് പോലെയുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ റെസൊല്യൂഷനാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദിസ് റെസൊല്യൂഷൻ വാസ് യുനാനിമസ്ലി അഡോപ്റ്റഡ്. ഐക്യകണ്ഠേന ഇത് പാസ്സാക്കപ്പെടുകയാണ് ചെയ്തത് ബൈ ദി അസംബ്ലി ഓൺ January 22, 1947. അപ്പോൾ എപ്പോഴാണ് ഇത് അവതരിപ്പിച്ചത്? December 13, 1946. ഇത് പാസ്സാക്കിയത് എപ്പോഴാണ്? January 22, 1947. It influenced the eventual shaping of the constitution through all its subsequent stages. Its modified version forms the preamble of the present constitution. അപ്പോൾ എന്താണ് പ്രിയാമ്പിൾ ആയിട്ട് ഉള്ളത്? മോഡിഫൈഡ് വെർഷൻ ഏതിൻ്റെയാണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെയാണ്. അപ്പോൾ ഇതിലെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കി? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ കാര്യം, ഡേറ്റ് എന്തായിരുന്നു? ഡേറ്റ് അതായത് പ്രസൻറ്റ് ചെയ്ത ഡേറ്റ് 13 December 1946 ആണ്. പാസ്സാക്കിയ ഡേറ്റ്
ജാൻ 1947 ആണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഇതാണ് മോഡിഫൈഡ് വേർഷൻ ഓഫ് ദി പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയായിരിക്കണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ പറയുന്നത്. ഇറ്റ് ലേസ് ഡൗൺ ദി ഫണ്ടമെൻ്റൽസ് ആൻഡ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ആരാണ് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റുവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടതാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതർ ഫംഗ്ഷൻസ് പെർഫോം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ അഡീഷൻ ടു ദ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എനാക്ടിംഗ് ഓഫ് ഓർഡിനറി ലോസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സാധാരണഗതിയിലുള്ള നിയമങ്ങൾ എനാക്ട് ചെയ്യുന്നതിലപ്പുറം ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആൾസോ പെർഫോം ദ ഫോളോയിങ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് റാക്ടിഫൈഡ് ദി ഇന്ത്യൻ മെമ്പർഷിപ്പ് ഓഫ് ദി കോമൺവെൽത്ത് ഇൻ മെയ് 1949. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താ ചെയ്ത്? കോമൺവെൽത്തിലെ ഇന്ത്യൻ മെമ്പർഷിപ്പിനെ റെക്ടിഫൈ ചെയ്തു അല്ലേ. അതുപോലെ ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ് ഓൺ ജൂലൈ 22, 1947. ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ആന്തം ഓൺ ജനുവരി 24, 1950. ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ സോങ് ഓൺ ജനുവരി 24, 1950. ഇറ്റ് എലക്റ്റഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ജനുവരി 24, 1950. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സാധാരണ നിയമങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന അതിൻ്റെ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റ് ഡ്യൂട്ടീസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, ഡ്യൂട്ടീസ് ചെയ്തു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഇറ്റ് റാക്ടിഫൈഡ് ഇന്ത്യൻ മെമ്പർഷിപ്പ് ഓഫ് ദ കോമൺവെൽത്ത് ഇൻ 1949. ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ് ഓൺ ജൂലൈ 22, 1947. ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ ആന്തം ഓൺ ജനുവരി 24, 1950. ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ സോങ് ഓൺ ജനുവരി 24, 1950. ഇറ്റ് എലക്റ്റഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ജനുവരി 24, 1950. ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇതും ചെയ്തിട്ടുണ്ട്. എന്തിനു പുറമെ? ഫ്രെയിമിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഓർഡിനറി ലോസിൻ്റെ എനാക്ടിങ്ങിനും പുറമെ ഇങ്ങനെയുള്ള ഡ്യൂട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഓർത്ത് വെക്കാൻ പാടുമാണ്. ഇത് ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ രണ്ട് രീതിയിൽ മേജർ മൈനർ കമ്മിറ്റീസ് എന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇത് ഏത് കമ്മിറ്റിയാണ്, ആര് ഹെഡ് ചെയ്തു എന്നുള്ള ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവാണ്. ഇത് തെറ്റിപ്പോരുത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ല യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. പക്ഷേ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കറാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ചോദിക്കുന്നത് ചിലപ്പോൾ സബ് കമ്മിറ്റീസിന് ചോദിക്കാറുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപാലിനിയാണ്. മൈനോറിറ്റീസ് സബ് കമ്മിറ്റി HC മുഖർജിയാണ്. അതുപോലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവും. അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ മൈനർ കമ്മിറ്റീസ് ചോദിക്കാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി. പിന്നെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ KM മുൻഷി. അപ്പോൾ ഈ കമ്മിറ്റീസ് ബൈ ഹാർട്ട് ചെയ്യണം. ബൈ ഹാർട്ട് പഠിക്കാതെ രക്ഷയില്ല. ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതായത് മേജറും മൈനറും കമ്മിറ്റീസ് ബൈ ഹാർട്ട് പഠിക്കണം. കാരണം അത് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? among all the committee of the Constituent Assembly, the most important committee was the drafting committee set up on August 29, 1947. അപ്പോൾ എപ്പോഴാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെറ്റപ്പ് ആയിരിക്കുന്നത്? August 29, 1947. among all the committees of the Constituent Assembly, the most important committee എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെമ്പേഴ്സും ചെയർമാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ ആരൊക്കെയാണ് ഇല്ലാത്തത്, ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ചെയർമാനാണ്. N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു റീപ്ലേസ്ഡ് BL മിറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് N മാധവറാവു ഉള്ളത്. TT കൃഷ്ണമാചാരിയാണ് ആരെ റീപ്ലേസ് ചെയ്ത് വന്നത്? DP കെയ്ത്താൻ. അദ്ദേഹം മരിച്ചു പോയതുകൊണ്ടാണ് TT കൃഷ്ണമാചാരി വന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 7 മെമ്പേഴ്സ് ഉള്ളത്? 7 മെമ്പേഴ്സാണ്. ചെയർമാൻ അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സയ്യിദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു, TT കൃഷ്ണമാചാരി. ഇത്രയും പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനാക്ട്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ഇൻട്രൊഡ്യൂസ് ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇൻ November 4, 1948. ഫസ്റ്റ് റീഡിംഗ്. അപ്പോൾ പല റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ഉണ്ടായിരുന്നു, തേർഡ് റീഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് അഡോപ്റ്റഡ് ഓൺ November 26, 1949 കണ്ടെയ്ൻഡ് പ്രിയാമ്പിൾ, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 സ്കെഡ്യൂൾ. അപ്പോൾ ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരാം അല്ലേ. അപ്പോൾ ആദ്യത്തെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രിയാമ്പിൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. പ്രിയാമ്പിൾ ഉണ്ടായിരുന്നോ? അതിനുള്ള ഉത്തരമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് അഡോപ്റ്റഡ് ഓൺ November 26, 1949 കണ്ടെയ്ൻഡ് എ പ്രിയാമ്പിൾ, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 സ്കെഡ്യൂൾസ്. അപ്പോൾ
ആദ്യത്തെ ഡ്രാഫ്റ്റിൽ എത്ര സ്കെഡ്യൂളുകൾ ഉണ്ടായിരുന്നു? 8 സ്കെഡ്യൂൾ, 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. അപ്പം November 26, 1949 ആണ് അഡോപ്ഷൻ നടന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഹി ഈസ് കൺസിഡേർഡ് ആസ് ദി ബി ആർ അംബേദ്കർ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈസ് ഓൾസോ നോൺ ആസ് ദി മോഡേൺ മനു എന്നൊക്കെ ഉള്ളത് ഓർത്ത് വെക്കണം. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സം പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർട്ടൈനിങ് ടു സിറ്റിസൺഷിപ്പ്, ഇലക്ഷൻസ്, പ്രൊവിഷണൽ പാർലമെൻറ്റ്, temporary and transitional provisions, short title contained in Article 5, 6 ഇത്രയും came into force on November 26, 1949 itself. അപ്പോൾ എന്തൊക്കെയാണ് 1949 November 26 അഡോപ്ഷൻ്റെ സമയത്ത് നിലവിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫോഴ്സിലുണ്ടായിരുന്ന ആർട്ടിക്കിൾസ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ്, എലക്ഷൻസും അത് രണ്ടും ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് സിറ്റിസൺഷിപ്പും എലക്ഷൻസും എന്താ ഉണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ ആർട്ടിക്കിൾസ് പെർട്ടൈനിങ് ടു സിറ്റിസൺഷിപ്പ് അതുപോലെ തന്നെ എലക്ഷൻസ് എപ്പോഴേ ഉണ്ടായിരുന്നു? November 26, 1949 അഡോപ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഇൻഫോഴ്സ് ആയിരുന്നു അല്ലേ. ഇൻഫോഴ്സ് അന്ന് ഓർത്ത് നോക്കണം. The remaining provisions of the Constitution came into force on January 26, 1950. This day is referred to the Constitution as the date of its commencement and celebrated as Republic Day. അപ്പോൾ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്ന് പറയുന്നത് January 26, 1950 ആണെങ്കിൽ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എന്ന് പറയുന്നത് November 26 ആണ്. November 26 ആണ് 1949. അപ്പോൾ ഈ November 26 സമയത്ത്, November 26 അഡോപ്ഷൻ്റെ സമയത്ത് ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് ആ സമയത്ത് തന്നെ നിലവിലുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലക്ഷൻസുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടതും എന്നുള്ളത് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് KS പോലുള്ള എക്സാം വരുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് ക്രിറ്റിസിസം എന്നുള്ളത് ഒന്ന് നോക്കി വെക്കണം. എന്തൊക്കെയായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്രിറ്റിസിസംസ് ഫേസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി. ദ ക്രിറ്റിക്സ് ഹാവ് ആർഗ്യൂഡ് ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വാസ് നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് വർ നോട്ട് ഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പോൾ ഡയറക്റ്റ്ലി എലക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് അല്ലാത്ത ബോഡി, എല്ലാ വിഭാഗക്കാരെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ അല്ലാത്തൊരു ബോഡിയാണെന്നുള്ളതൊരു ക്രിറ്റിസിസം ആയിരുന്നു. നോട്ട് എ സോവറിൻ ബോഡി. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊപ്പോസൽസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രൊപ്പോസലുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ് എന്ന രീതിയിൽ അവർ കണ്ടിരുന്നില്ല. അപ്പോൾ അതൊരു ക്രിറ്റിസിസമാണ്. ടൈം കൺസ്യൂമിങ്, വളരെയധികം സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വഴുതി പോകുന്ന അല്ലെങ്കിൽ സമയം ഒരുപാട് കൺസ്യൂം ചെയ്തൊരു കമ്മിറ്റിയാണ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ഡോമിനേറ്റഡ് ബൈ കോൺഗ്രസ്. The critics charge of the Constituent Assembly was dominated by the Congress Party. The Granville Austin, an American constitutional expert, remarked that the Constituent Assembly was one-party body in an essentially one-party country. The Assembly was Congress and Congress was India. അപ്പോൾ ഇത് ആരാ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ചില കോഡ്സ് പറയാറുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ അസംബ്ലി വാസ് കോൺഗ്രസ് ആൻഡ് കോൺഗ്രസ് വാസ് ഇന്ത്യ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു പാർട്ടി ഡോമിനേറ്റ് ചെയ്തു എന്ന രീതിയിലുള്ള ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. പിന്നെ ലോയർ പൊളിറ്റീഷ്യൻ ഡോമിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോയേഴ്സിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് മേധാവിത്വം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ആൾസോ മെയിൻറ്റൈൻഡ് ബൈ ദ ക്രിറ്റിക്സ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഡോമിനേറ്റഡ് ബൈ ലോയേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ്. ദേ പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് അതർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വർ നോട്ട് സഫീഷ്യൻ്റ്ലി റെപ്രസെൻറ്റഡ്. അപ്പോൾ ഈ രണ്ട് വിഭാഗക്കാരല്ലാതെ, ലോയേഴ്സും പൊളിറ്റീഷ്യൻസ് അല്ലാതെ മറ്റ് വിഭാഗക്കാരെ ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുള്ള പോലെ പറയുന്നത്. ഡോമിനേറ്റഡ് ബൈ ഹിന്ദുസ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആയിരുന്നു. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്. ഇതും ചോദ്യങ്ങളിൽ വരാറുണ്ട്. എലിഫൻറ്റ് വാസ് അഡോപ്റ്റഡ് ആസ് ദി സിംബൽ, സീൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇമ്പോർട്ടൻ്റ് ആണ്. എലിഫൻറ്റ് വാസ് അഡോപ്റ്റഡ് ആസ് ദി സിംബൽ അല്ലേ. പിന്നെ സർ ബി എൻ റാവു വാസ് അപ്പോയിന്റഡ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ, ലീഗൽ അഡ്വൈസർ ടു ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അപ്പോൾ ബി എൻ റാവു എന്താണ്? Sir B.N. Rao was appointed as the constitutional advisor, അല്ലേ, ലീഗൽ അഡ്വൈസർ. H.V.R. Iyengar was the secretary to the Constituent Assembly. ഇമ്പോർട്ടൻ്റ് ആണ്. S.N. Mukherjee was the chief draftsman of the Constituent Assembly, Constitution in the Constituent Assembly. പിന്നെ പ്രേം ബിഹാരി നാരായൺ റായ്സാദ was the calligrapher of the Indian Constitution. The original Constitution was handwritten by him in the flowing italic style. അപ്പോൾ പ്രേം ബിഹാരി നാരായൺ റായ്സാദ വാസ് ദി കാലിഗ്രാഫർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാൻഡ് റിട്ടൺ ആണെന്ന് പറയുന്നു. ദ ഒറിജിനൽ വെർഷൻ വാസ് ബ്യൂട്ടിഫൈഡ് ആൻഡ് ഡെക്കറേറ്റഡ് ബൈ ആർട്ടിസ്റ്റ് ഫ്രം ശാന്തിനികേതൻ ഇൻക്ലൂഡിംഗ് നന്ദലാൽ ബോസ് ആൻഡ് റാം മോഹർ സിൻഹ. പിന്നെ
കാലിഗ്രഫി ഓഫ് ദ ഹിന്ദി വെർഷൻ ഓഫ് ദി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡൺ ബൈ വസന്ത് കൃഷ്ണ വൈദ്യ ആൻഡ് എലഗൻ്റ്ലി ഡെക്കറേറ്റഡ് ആൻഡ് ഇലുമിനേറ്റഡ് ബൈ നന്ദലാൽ ബോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എലിഫൻ്റ് ആണ് സിമ്പൽ എന്ന് ഓർത്ത് നോക്കണം. ബി എൻ റാവു ആണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ. അതിൽ സെഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. 11 സെഷൻസ് ഇതിൽ ഫസ്റ്റ് 11 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈം പീരീഡും കാണിച്ചിട്ടുണ്ട്. ഇത് അപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എപ്പോഴാണ്? 1949 November 26 അല്ലേ? ആ സമയത്ത് നിലവിൽ വന്നിരിക്കുന്നത് എലക്ഷൻസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു, സിറ്റിസൺഷിപ്പ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ ആ സമയത്ത് തന്നെ ഇൻഫോഴ്സ് ആയിരുന്നു. മറ്റ് കാര്യങ്ങൾ കമൻസ്മെൻറ്റ് ഡേറ്റിൽ അതെപ്പോഴായിരുന്നു? January 26, 1950 കമൻസ്മെൻറ്റ് ഡേറ്റ്. ആ സമയത്താണ് ബാക്കിയുള്ള പ്രൊവിഷൻസ് നിലവിൽ വന്നത് എന്ന് പറയുന്നു. January 26 ആണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് പാർട്സ്, ഏതൊക്കെയാണ് സ്കെഡ്യൂൾസ് എന്നുള്ളതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ട് നമ്മൾ തീർക്കണം എന്നാണ് ഈ വീഡിയോയിൽ വിചാരിക്കുന്നത്. അപ്പോൾ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ലെങ്തിയസ്റ്റ്, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും ലെങ്ത്ത് കൂടിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഭയങ്കര ലെങ്തിയസ്റ്റ് ആണെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ KS പോലത്തെ ഒരു എക്സാം വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും റിട്ടൺ ആയിട്ടുള്ള ആൻസേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെറും ആർട്ടിക്കിൾസോ അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും മാത്രം പഠിച്ചാൽ ചിലപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ മെയിൻസിനൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ? അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒന്ന് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വാസ്റ്റ്നെസ് ഓഫ് ദ കൺട്രി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. അപ്പോൾ വളരെ വിശാലമായി കിടക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ പല സെക്ടേഴ്സിനും പല സെക്ഷൻസിനും വേറെ തന്നെ രീതിയിൽ ഉൾക്കൊള്ളിക്കേണ്ടതായി ഉള്ളത് കൊണ്ട് തന്നെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിന്? ഈ വാസ്റ്റ്നെസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ലെങ്ത്ത് ഉണ്ടാവാനുള്ള കാരണം. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ദ വാസ്റ്റ്നെസ് ഓഫ് ദ കൺട്രി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. രണ്ട് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതിൽ ഒരു കുറ്റമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അത്. കാരണം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ പല പ്രൊവിഷൻസ് അതുപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, എക്സാമ്പിൾ ഇൻഫ്ലുവൻസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വിച്ച് വാസ് ബൾക്കി, അത് തന്നെ ബൾക്കി ആയിരുന്നു. അപ്പോൾ അതിൽ പല കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനും ബൾക്കിയാണെന്ന് പറഞ്ഞു. പിന്നെ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിൻ്റെയും കാര്യങ്ങൾ നോക്കണം, അതുപോലെ തന്നെ സെൻറ്ററിൻ്റെയും കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് എന്തിലേക്കാക്കി? ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി. അതുപോലെ തന്നെ ഡോമിനൻസ് ഓഫ് ലീഗൽ ലൂമിനറീസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. അപ്പം ലീഗൽ എക്സ്പേർട്സ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉള്ളത് കൊണ്ട് തന്നെ വളരെ എലാബറേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയതും കൊണ്ട് ലെങ്തിയസ്റ്റ് റിട്ടൺ ആക്കിയെന്ന് പറയുന്നു. അപ്പോൾ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് സെൻട്രലിൻ്റെയും സ്റ്റേറ്റ്സിൻ്റെയും കാര്യങ്ങൾക്ക് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഡോമിനൻസ് ഓഫ് ലീഗൽ ലൂമിനറീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എന്ത് കാരണമാക്കി? ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി. പിന്നെ ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ് ഒരു ഫീച്ചറാണ്. പല സോഴ്സ് എന്നത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ്, ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം പല സോഴ്സസിൽ നിന്നും ഡിറൈവ് ചെയ്തതും ഇതൊരു സാലിയൻ ഫീച്ചറാണ് ഇതിൻ്റെ. ദ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ടു ബി ലാർജ് എക്സ്റ്റെൻറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 1935 ആക്ട് ഒരു വല്ലാത്ത ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ആണ്, ഒരു മേജർ ഇൻഫ്ലുവൻസ് ആണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്. ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പലതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഫീച്ചറാണ്. പക്ഷേ ചില കാര്യത്തിൽ റിജിഡായിട്ട് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ എമർജൻസി പ്രൊവിഷൻസ് എന്താണ്? റിജിഡ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ആർട്ടിക്കിൾ 368 പ്രൊവൈഡ്സ് ഫോർ 2 types of amendments. സം പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി. ഇപ്പോൾ ചിലത് നമുക്ക് സ്പെഷ്യൽ മെജോറിറ്റി, ഇപ്പോൾ ഈ പറഞ്ഞ ചില സമയങ്ങളിൽ നമുക്കറിയാം അമെൻമെൻറ്റ് പല രീതിയിലുണ്ട്. ഈ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ചിലത് വളരെ സിമ്പിളായിട്ട് അമെൻഡ് ചെയ്യാൻ പറ്റും, ചിലതിന് സ്റ്റേറ്റിൻ്റെ അടക്കം പെർമിഷൻ ആവശ്യമുള്ള റെക്ടിഫിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് അടക്കം ആവശ്യമുണ്ട്. അപ്പം രണ്ട് രീതിൻ്റെയും മിക്സാണ്. അതായത് അമെൻമെൻറ്റ് ക്യാൻ ബി സിമ്പിൾ, അമെൻമെൻറ്റ് ക്യാൻ ബി ബൈ സ്പെഷ്യൽ മെജോറിറ്റി. അപ്പം ചിലത് എന്താ പറയുക, റിജിഡായ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചിലത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയുണ്ട്. അപ്പം ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഒരു ഫീച്ചറാണ്. പിന്നെ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത്
ഫെഡറൽ സിസ്റ്റമാണ്. അതായത് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ സെൻറ്ററും കോർപ്പറേഷനിലാണെങ്കിൽ കൂടി അവർ ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന കണ്ടീഷനാണ് ഫെഡറലിസം എങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു എമർജൻസി പ്രൊവിഷൻ വന്നാൽ അത് യൂണിറ്ററി ബയസ് ആവുന്നു എന്ന് പറയുന്നത്. അതായത് സെൻറ്ററിലേക്ക് കൂടുതൽ പവർ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ യൂഷ്വൽ ഫീച്ചേഴ്സ് ഓഫ് ഫെഡറേഷൻ, ടു ഗവൺമെൻറ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ബൈക്യാമറലിസം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഫെഡറൽ ഫീച്ചർ ആണെങ്കിൽ കൂടി എന്ത് പറ്റും? ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൾസോ കണ്ടെയ്ൻസ് എ ലാർജ് നമ്പർ ഓഫ് യൂണിറ്ററി നോൺ ഫെഡറൽ ഫീച്ചർ. സ്ട്രോങ് സെൻറ്ററിനുള്ള പ്രൈമസി എന്താണ്? ഫെഡറൽ ഫീച്ചറാണ്? അല്ല, അത് യൂണിറ്ററി ഫീച്ചറാണ്. കാരണം കൂടുതൽ പവർ ഷിഫ്റ്റ് ചെയ്യുന്ന എവിടത്തേക്കാണ്? സെൻറ്ററിലേക്കാണ്, അല്ലേ? മോർ ഓവർ ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഫെഡറേഷൻ എന്ന് പറയുന്ന ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഫെഡറൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് പറഞ്ഞത്, വിച്ച് ഇംപ്ലൈസ് ടു തിങ്സ്. വൺ, ഇന്ത്യൻ ഫെഡറേഷൻ ഇസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ദ അഗ്രിമെന്റ് ബൈ ദി സ്റ്റേറ്റ്സ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യൻ ഫെഡറേഷൻ ഇസ് നോട്ട് ദ റിസൾട്ട് ഓഫ് എൻ അഗ്രിമെന്റ് ബൈ ദി സ്റ്റേറ്റ്സ്. അതായത് ഒരിക്കലും ഈ ഫെഡറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റേറ്റ്സുകൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് കൊണ്ടല്ല, മറിച്ച് യൂണിയനാണ് അതിനുള്ള മുഴുവൻ പവർ ഉള്ളത്. അതുപോലെ ഒരു സംസ്ഥാനത്തിനും ഈ ഫെഡറേഷനിൽ നിന്ന് പുറത്തു പോകാനുള്ള അധികാരവുമില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ക്വാസി ഫെഡറൽ നമ്മൾ KC വെയർ പറഞ്ഞിരിക്കുന്ന ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫെഡറേഷനെ കുറിച്ച്, ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എങ്ങനെയാണെന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫെഡറൽ സിസ്റ്റമാണ്, ഫെഡറൽ രാജ്യമാണ്, പക്ഷേ എന്നാൽ കൂടി യൂണിറ്ററി ബയസ് ഉള്ള ഫെഡറലിസമാണ് ഇന്ത്യയുടെ എന്ന് പറയുന്നത്. ഹെൻസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ വേരിയസ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് എന്ന് പറയും. ഫെഡറൽ ഇൻ ഫോം ആണ്, യൂണിറ്ററി ഇൻ സ്പിരിറ്റ് ആണ്. ക്വാസി ഫെഡറൽ ബൈ KC വെയർ. അപ്പം ക്വാസി ഫെഡറൽ അതായത് പകുതി ഫെഡറൽ ആണെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് KC വെയർ. ബാർഗെയിനിങ് ഫെഡറലിസം ബൈ മോറിസ് ജോൺസ്. കോപ്പറേറ്റീവ് ഫെഡറലിസം ബൈ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 3 കാര്യങ്ങൾ. അതായത് ഈ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഫെഡറലിസത്തിനെ കുറിച്ച്? KC വെയറിൻ്റെതാണ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ബാക്കി 3 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്വാസി ഫെഡറൽ ബൈ KC വെയർ പറഞ്ഞു, ബാർഗെയിനിങ് ഫെഡറലിസം ആണെന്ന് മോറിസ് ജോൺസ് പറഞ്ഞു, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം ആണെന്ന് ആര് പറഞ്ഞു? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ പറഞ്ഞു. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് ഐവർ ജെന്നിങ്സ് പറഞ്ഞു. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി. കാരണം ഫെഡറേഷൻ ആണെങ്കിൽ കൂടുതൽ സ്റ്റേറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനപ്പുറം അതിനൊരു സെൻട്രലൈസിങ് ടെൻഡൻസി ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഈ ഫീച്ചർ. പിന്നെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. എന്താണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്? ഫീച്ചേഴ്സ് പറയാം. പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മെജോറിറ്റി പാർട്ടി റൂളാണ് നമ്മുടെ പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ ഒരു ഫീച്ചർ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേച്ചർ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, എല്ലാ മിനിസ്റ്റേഴ്സും കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മെമ്പർഷിപ്പ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഇൻ ദ ലെജിസ്ലേച്ചർ. ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓർ ദ ചീഫ് മിനിസ്റ്റർ. ഡിസൊല്യൂഷൻ ഓഫ് ലോവർ ഹൗസ് ലോക്സഭ. ഇപ്പോൾ രാജ്യസഭ ഡിസോൾവ് ആവുന്നില്ലല്ലോ, ലോക്സഭയാണ് ടെനൂർ കഴിയുമ്പോൾ ഡിസോൾവ് ആവുന്നത്, അല്ലേ? പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി. അപ്പോൾ ഏത് രീതിയിലാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറിനാണ്. എന്താണ് ഈ പറയുന്ന സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി എന്ന് പറയുന്നത്? The doctrine of sovereignty of Parliament is associated with the British Parliament, which the principle of judicial supremacy with that of American Supreme Court. അപ്പോൾ 2 കാര്യങ്ങൾ ക്ലബ് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന്, സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി. അപ്പോൾ പാർലമെൻ്ററി അധികാരങ്ങളുണ്ട്, അതുപോലെ തന്നെ ജുഡീഷ്യൽ സുപ്രമസിയും കൂടി ഉണ്ട്. അപ്പം പാർലമെൻ്ററി സോവറിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ജുഡീഷ്യൽ സുപ്രമസി എന്ന് പറയുന്നത് US-മായി ബന്ധപ്പെട്ടാണ്, അമേരിക്കൻ സുപ്രീം കോടതിയായി ബന്ധപ്പെട്ടാണ്. Just as the Indian parliamentary system differs from the British system, the scope of judicial review power of the Supreme Court in India is narrower than that of what exists in US. This is because the American Constitution provides due process of law against the procedure established by law in the Indian Constitution. Therefore, the framers of the Indian Constitution have preferred a proper synthesis between British principle of parliamentary sovereignty and the American principle of judicial supremacy. The Supreme Court, on the other hand, can declare the parliamentary laws as unconstitutional through its power of judicial review. The Parliament, on the other hand, can amend the major portion of the Constitution through its constitutional power. അപ്പോൾ 2 കാര്യമാണ്. ഒന്ന്, പാർലമെൻ്ററി സോവറിറ്റി ഉണ്ട്. എങ്ങനെ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പാർലമെൻ്ററി അധികാരമുണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാർ എടുക്കുന്നിടത്ത് പാർലമെൻ്ററി സുപ്രമസി അല്ലെങ്കിൽ പാർലമെൻ്ററി സോവറിറ്റി അതിൽ പോയി.
രണ്ടാമത്തെ സിന്തസിസ് ഇത് മാത്രമാണോ? അല്ല. സുപ്രീം കോടതിക്ക് എന്ത് ഇടപെടാം? സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമങ്ങൾ എന്ത് ചെയ്യാം? കോൺസ്റ്റിറ്റ്യൂഷന് എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായിട്ട് നിൽക്കുന്നതല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യുക? റദ്ദ് ചെയ്യുക, അല്ലേ? അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാം ജുഡീഷ്യൽ റിവ്യൂ വഴി. അപ്പം രണ്ടിൻ്റെയും കൂടെ മിക്സാണ്. അതായത് പാർലമെൻറ്റിനും അധികാരമുണ്ട്, അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങൾ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് ഈ പറയുന്ന സുപ്രീം കോടതികൾക്ക്. അതാണ് ഈ പറഞ്ഞ സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറൻറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആണ്. സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറൻറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ, ജുഡീഷ്യൽ സുപ്രമസി എന്ന് പറയുന്നത് US സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിയമങ്ങൾ വേണമെങ്കിൽ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഇന്ത്യൻ ജുഡീഷ്യറിക്കുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള മെജോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഇന്ത്യൻ പാർലമെൻറ്റിന്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള സിന്തസിസ് ആണ് പാർലമെൻ്ററി ഫീച്ചർ എന്ന് പറയുന്നത്, ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ആണ്, അതായത് എല്ലാം ഇപ്പം ഒരു ഹെയറാർക്കി ഫോളോ ചെയ്യുന്ന രീതിയാണ് അതായത് കോടതികളുടെ. ഇപ്പോൾ സുപ്രീം കോടതി ആദ്യം, പിന്നെ താഴെ ഹൈക്കോടതി, അങ്ങനെ ഒരു ഹെയറാർക്കി ഫോളോ ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ജുഡീഷ്യറിയാണ് ഇന്ത്യയുടെ. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും അവരുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർക്ക് എന്താ പറയുക, അറ്റ്മോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്. വേറെ പൊളിറ്റിക്കൽ എന്താ പറയുക ഇടപെടലുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് ഹെയറാർക്കി ഫോളോ ചെയ്ത് സുപ്രീം കോടതി മുകളിലും മറ്റ് കീഴ്ക്കോടതികൾ താഴെയായിട്ടുള്ളതും, രണ്ട് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലും അവർക്ക് ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കാര്യങ്ങൾ നടത്തുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് മെയ്ഡ് വേരിയസ് പ്രൊവിഷൻസ് ടു എൻഷുർ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ്, സെക്യൂരിറ്റി ഓഫ് ടെനർ ഓഫ് ദ ജഡ്ജസ്, ഫിക്സ്ഡ് സർവീസ് കണ്ടീഷൻസ് ഫോർ ദി ജഡ്ജസ്, അതുപോലെ തന്നെ ഓൾ ദി എക്സ്പെൻസസ് ഓഫ് ദ സുപ്രീം കോർട്ട് ചാർജ്ഡ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, പ്രൊഹിബിഷൻ ഓൺ ഡിസ്കഷൻ ഓൺ ദി കണ്ടക്ട് ഓഫ് ജഡ്ജസ് ഇൻ ലെജിസ്ലേച്ചേഴ്സ്, ബാൻ ഓൺ പ്രാക്ടീസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് വെസ്റ്റഡ് ഇൻ ദി സുപ്രീം കോർട്ട്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഒരു തരത്തിലും ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് ലിങ്ക് ചെയ്യാതെയാണ് എന്ത് സുപ്രീം കോടതികളും അതുപോലെ തന്നെ കോടതികളും ഉള്ളത് ആസ് സച്ച്. അതുകൊണ്ട് തന്നെ അതിന് ഇൻഡിപെൻഡൻസ് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് സർവീസ് കണ്ടീഷൻസ് ജഡ്ജിമാർക്ക് കൊടുക്കും, അതുപോലെ തന്നെ എക്സ്പെൻസ് ഓഫ് സുപ്രീം കോടതി കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു തരത്തിലും ഇടപാടുകൾ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് കുറേയും കൂടി അതിൻ്റെ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, അല്ലേ? പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, വൺ ഓഫ് ദ വെരി എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്? 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അല്ലേ? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ബട്ട് പിന്നെയുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? അതായത് ഇപ്പോൾ ഇതിൽ വളരെ നോവൽ ഫീച്ചർ എന്ന് BR അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഒരു പോളിസിയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അതായത് ഐഡിയൽ സോഷ്യൽ ആൻഡ് ഇപ്പോൾ വെൽഫെയർ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് വളരെയധികം എന്താ പറയുക, ഈ എത്തിക്കൽ അല്ലെങ്കിൽ ഇപ്പോൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസൊക്കെ അല്ലോ, ഇപ്പോൾ ഗാന്ധിയൻ, ലിബറൽ, സോഷ്യൽ എന്നീ പറയുന്ന 3 ഫീച്ചേഴ്സും അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് ആണ് ഈ പറഞ്ഞ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ they are enumerated in part 4 of the constitution. They can be classified into 3: socialist, Gandhian and liberal. The directive principles are meant for promoting the ideal of social and economic democracy. They seek to establish welfare state in India. അത് ഓർത്താൽ മതി, വെൽഫെയർ സ്റ്റേറ്റ്. ഇത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പോകാൻ പറ്റില്ലെങ്കിലും എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതാണ്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. ഓരോ പൗരനും അവരുടെ ഡ്യൂട്ടീസിന് എന്തൊക്കെയാണെന്നുള്ളത് എന്യൂമറേറ്റ് ചെയ്യുന്നതാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 4A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ളത്. ഇതിൻ്റെ പാർട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ പഠിക്കാം. പിന്നെയുള്ളത് സെക്യുലർ സ്റ്റേറ്റ് ആണ്. 11 ഡ്യൂട്ടീസാണുള്ളത്. പാർട്ട് 4 അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സെർവ് ആസ് എ റിമൈൻഡർ ടു സിറ്റിസൺസ് ആൻഡ് വൈൽ എൻജോയിങ് ദർ റൈറ്റ്സ് ദേ ആൾസോ ഹാവ് ടു ബി ക്വൈറ്റ് കോൺഷ്യസ് ഓഫ് ഡ്യൂട്ടീസ്. അപ്പോൾ എന്തൊക്കെ, അതായത് അവർക്ക് റൈറ്റ്സ് എൻജോയ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ഡ്യൂട്ടീസും കൂടി ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഉദ്ദേശം. പിന്നെ അടുത്ത ഫീച്ചർ സെക്യുലർ സ്റ്റേറ്റ് ആണ്. എന്താണ് സെക്യുലർ സ്റ്റേറ്റ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റാൻഡ്സ് ഫോർ എ സെക്യുലർ സ്റ്റേറ്റ്. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് അപ്പോൾഡ് എനി പർട്ടിക്കുലർ റിലീജിയൻ ആസ് ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്. അപ്പോൾ സെക്യുലർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക റിലീജിയൻ ഇന്ത്യയുടെ ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ടൊന്നും പ്രഖ്യാപിക്കാതെ എല്ലാ റിലീജിയൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഇന്ത്യ ഒരു സെക്യുലർ ആണെന്ന് പറയുന്നത്, സെക്യുലർ രാജ്യമാണെന്ന് പറയുന്നത്. ദ ടേം സെക്യുലർ വാസ് ആഡഡ് ടു ദ പ്രിയംബിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്യുലർ
സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ 3 വാക്കുകൾ 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദ പ്രിയാമ്പിൾ സെക്യൂർസ് ടു ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ലിബർട്ടി ഓഫ് ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഒരു തരത്തിലും ഈക്വാലിറ്റി ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഈക്വാലിറ്റി ബിഫോർ ലോ ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഈക്വൽ ബിഫോർ ലോ ആണ് ആർട്ടിക്കിൾ 14 പറയുന്ന പോലെ. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയനുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും റിലീജിയനുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു ബയസ് സിറ്റിസൺസിന് ഉണ്ടാവില്ല. പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺസ് ഇൻ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഈക്വാലിറ്റി തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽ ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇൻ റിലീജിയൻ. ഏതെങ്കിലും റിലീജിയൻ പ്രാക്ടീസ് ചെയ്യോ പ്രൊപ്പഗേറ്റ് ചെയ്യോ ചെയ്യണമെങ്കിൽ അത് ആർട്ടിക്കിൾ 25 പ്രകാരം എല്ലാവർക്കും ഈക്വലി ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. പിന്നെ എവറി റിലീജിയസ് ഡോമിനേഷൻ ഓർ എനി ഓഫ് ഇറ്റ് സെക്ഷൻസ് ഹാവ് ദ റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് റിലീജിയസ് അഫെയർസ് അതത് സെക്റ്റുകൾക്ക് അവർ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. നോ പേഴ്സൺ ഷാൽ ബി കമ്പൽ ടു പേ എനി ടാക്സസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ. ടാക്സ് അടക്കണം എന്ന് ഇല്ല റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ എനി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദി സ്റ്റേറ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഓർഗനൈസേഷൻ, ഗവൺമെൻറ് നടത്തിക്കുന്ന ഓർഗനൈസേഷനിൽ നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഷാൽ ബി പ്രൊവൈഡഡ്. ഒരു റിലീജിയസ് ഇൻസ്ട്രക്ഷനും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒന്നും പാടില്ല എന്ന് പറയുന്നു. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പാരഗ്രാഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസവും ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസവും തമ്മിൽ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത്. ദ വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം കൺനോട്ട്സ് എ കംപ്ലീറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ റിലീജിയൻ, ചർച്ച് ആൻഡ് ദ സ്റ്റേറ്റ്. കംപ്ലീറ്റ് സെപ്പറേഷനാണ് വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ്റെത് whereas society is multi-religious, hence the Indian constitution embodies the positive concept of secularism, giving equal respect to all religions or protecting all religions equally. എല്ലാ റിലീജിയൻസും ഈക്വലി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ സ്റ്റേറ്റും റിലീജിയനും മാറി നിൽക്കുന്നു. ഇപ്പോൾ മറ്റേത് സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ ഒരു ബന്ധവും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വെസ്റ്റേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സെക്യുലറിസം പോസിറ്റീവാണെന്ന് പറയാൻ കാരണം എന്താണ്? എല്ലാവരെയും ഈക്വിഡിസ്റ്റൻ്റായി നിർത്തിക്കൊണ്ട് ഈക്വലി പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? ഇന്ത്യ ഒരു മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള രാജ്യമാണ് അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹെൻസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംബോഡീസ് ദ പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം, ഗിവിംഗ് ഈക്വൽ റെസ്പെക്ട് ടു ഓൾ religions or protecting all religions equally. Moreover, the constitution has also abolished the old system of communal representation, that is reservation of seats in the legislature on the basis of religion. However, it provides a temporary reservation of seats for the scheduled caste and scheduled tribes to ensure adequate representation. അപ്പോൾ ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലീജിയൻസ് എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസവും വെസ്റ്റേൺ കോൺസെപ്റ്റ് ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അല്ല, നെഗറ്റീവ് കോൺസെപ്റ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ? കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് എന്നാണ് വെസ്റ്റേൺ കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്താണ്? പ്രൊമോട്ടിങ് ഓൾ റിലീജിയൻസ് ഈക്വലി. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും ഒരുപോലെ കാണുന്നത് കൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് കോൺസെപ്റ്റാണെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ ചോദിക്കാം വൈ ഇന്ത്യൻ സെക്യുലറിസം, അപ്പോൾ അങ്ങനെ ചോദിച്ചുകൂടെ, വൈ ഇന്ത്യൻ സെക്യുലറിസം ഈസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ് ഫോം ഓഫ് സെക്യുലറിസം ചോദിച്ചാൽ എന്താ കാര്യം? മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള രാജ്യത്ത് പല റിലീജിയൻസും ഉണ്ട്. അതുപോലെ തന്നെ സെക്യുലറിസം എന്ന് പറഞ്ഞത് നമുക്ക് എന്താണ്? ഈക്വിഡിസ്റ്റൻ്റ് ആയിട്ട് എല്ലാവരും ഒരുപോലെ കാണുകയും അതുപോലെ എല്ലാ റിലീജിയൻസും ഒരുപോലെ കാണുകയും ഈക്വലി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് എന്ത് പോസിറ്റീവാണ് എന്ന് പറയുന്നത്. പിന്നെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നതാണ് എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് അല്ലേ. അത് 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1988 ആണ് 21 വയസ്സെന്നുള്ളത് 18 വയസ്സാക്കിയത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് നോക്കണം. പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഒരു സ്റ്റേറ്റിന് ഒരു സിറ്റിസൺഷിപ്പ് വേറെയും അതുപോലെ തന്നെ സെൻട്രൽ വേറെയും അങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് ഇല്ല. ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ. Though the Indian constitution is federal and envisages a dual polity, സെൻട്രലും സ്റ്റേറ്റ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ എ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ദസ് എന്താ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞൊരു സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമാണുള്ളത്. കാരണം 2 ഉണ്ടല്ലേ, അതായത് സെൻട്രലും ഉണ്ട് സ്റ്റേറ്റും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു 2 സിറ്റിസൺഷിപ്പ് ഇല്ല. ഇപ്പോൾ USA നേരെ മറിച്ചാണ്. ഈച്ച് പേഴ്സൺ ഈസ് നോട്ട് ഓൺലി സിറ്റിസൺ ഓഫ് USA ബട്ട് ആൾസോ സിറ്റിസൺ ഓഫ് പർട്ടിക്കുലർ സ്റ്റേറ്റ് ടു വിച്ച്. ഇപ്പം
സാൻ ഫ്രാൻസിസ്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്, ഇപ്പോൾ മിഷിഗൻ പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെയും സിറ്റിസൺ ആണ്. അതുപോലെ തന്നെ USA സിറ്റിസൺ ആണ്. നമ്മുടേത് അങ്ങനെയല്ല, നമുക്ക് സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ഒരു സിറ്റിസൺഷിപ്പ് ഇല്ല, ഓൺലി സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് എന്താണ്? ഇതിപ്പോൾ ഒരു കോൺടെസ്റ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് ആണോ എന്നുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ടു എൻഷുർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UPSC സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസ്, ഇതൊക്കെ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ബോഡീസാണ്. ഇത് വളരെ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനം. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് UPSC, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ കാര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്. അത് അവർക്ക് എന്താ പറയുക, ഈ ഡെമോക്രസിയെയും മറ്റ് വാല്യൂസിനെയും കാത്തുരക്ഷിക്കുന്ന ചില ബോഡീസാണിത്. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെയുള്ള എമർജൻസി പ്രൊവിഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യേണ്ടത്, സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആർട്ടിക്കൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, അതുപോലെ തന്നെ 360 ഫിനാൻഷ്യൽ എമർജൻസി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു 3 ടയർ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സെൻട്രൽ, സ്റ്റേറ്റിൽ, അതുപോലെ തന്നെ ലോക്കൽ ബോഡീസിൽ അല്ലേ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഞ്ചായത്ത് രാജിൽ അല്ലെങ്കിൽ 73rd and 74th അമെൻമെൻറ്റ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഓഫ് ആക്ട് ഓഫ് 2011 എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് മെയ്ഡ് ദ റൈറ്റ് ടു ഫോം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാനുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 43, പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 43B. അതുപോലെ തന്നെ പാർട്ട് 9B ആയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ആഡഡ് എ ന്യൂ പാർട്ട് 9B ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്രയും എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ ക്രിറ്റിസിസം ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്? ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫീച്ചേഴ്സും കമ്പൈൻഡായി ചെയ്തിട്ട് ഉള്ളതായതുകൊണ്ട് തന്നെ ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർബൺ കോപ്പി ഓഫ് 1935 ആക്ട്. നമ്മൾ പറഞ്ഞു എന്താണ് ബൾക്കിനെസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന് കാരണമാവുന്നത്, വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ആവാനുള്ള കാരണം, ലെങ്തിയസ്റ്റ് റിട്ടേൺ ആണെന്ന് പറഞ്ഞു. അത് ആവാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന 1935 പോലെയുള്ള വലിയ ആക്റ്റുകൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രൊവിഷൻസ് അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ അൺ-ഇന്ത്യൻ ഓർ ആൻറ്റി ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അതൊരു ക്രിറ്റിസിസമാണ്. എന്താണ്? According to critics, Indian constitution is an un-Indian or anti-Indian because it does not reflect the political traditions and spirit of India എന്ന് പറയുന്നു. അപ്പോൾ സ്പിരിറ്റ് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ആൻറ്റി ഇന്ത്യൻ ആണെന്ന് പറയുന്ന ക്രിറ്റിക്സ് ഉണ്ട്. അതുപോലെ അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു ക്രിറ്റിക്സ്, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് an അൺഗാന്ധിയൻ because it does not contain the philosophy and ideals of Mahatma Gandhi, the father of Indian constitution. ഫാദർ ഓഫ് ഇന്ത്യൻ നേഷൻ. ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ B.R. അംബേദ്കർ ആണ്. ഇന്ത്യൻ നേഷൻ്റെ ഫാദർ ഓഫ് ഇന്ത്യൻ നേഷൻ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ പല ഫിലോസഫീസും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അൺഗാന്ധിയൻ ആണെന്ന് പറയുന്നു. പിന്നെ എലിഫൻറ്റൈൻ സൈസ്, വളരെ വലിയ സൈസാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ക്രിറ്റിസിസം ഉണ്ട്. പാരഡൈസ് ഓഫ് ലോയേഴ്സ്. എന്താണ് ഈ പാരഡൈസ് ഓഫ് ലോയേഴ്സ് എന്ന് പറയുന്നത്? ഈ പറഞ്ഞ ലോയേഴ്സിൻ്റെ അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിൻ്റെയും എന്താ പറയുക ഒരു ഡോമിനൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ക്രിറ്റിസിസത്തിൽ പറഞ്ഞില്ലേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ. അതുമായി ബന്ധപ്പെട്ട് നോർമൽ ലേമന് മനസ്സിലാവാത്ത രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം. ഇനി ഈ സെഷൻ തീരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ നോക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കണം, അതുപോലെ തന്നെ സ്കെഡ്യൂളുകൾ നോക്കണം. അതോടുകൂടി നമുക്ക് ഈ ഒരു പാർട്ട് ഒരു പാർട്ട് തീരും. അപ്പോൾ നമുക്ക് എല്ലാം പഠിച്ചു വെക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ പാർട്ട് 1 ഡീൽ ചെയ്യുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറിയാണ്. പാർട്ട് 1 ഡീൽ ചെയ്യുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറി. പാർട്ട് 2 സിറ്റിസൺഷിപ്പാണ്. ആർട്ടിക്കിൾ 5 to 11 അത് ഡീൽ ചെയ്യുന്നത്. സിറ്റിസൺഷിപ്പ് പാർട്ട് 2. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 5 യൂണിയൻ ഗവൺമെൻറ്. പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെൻറ്. പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്ത്. പാർട്ട് 9 പഞ്ചായത്ത്. പാർട്ട് 9A എന്താണ്? മുനിസിപ്പാലിറ്റീസ്. പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞു അല്ലേ 97th അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പാർട്ട് 9B ഉണ്ടായി എന്ന് പറഞ്ഞു. അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് അല്ലേ. അപ്പോൾ പാർട്ട് ഒന്നുകൂടെ പറയാം. പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. പാർട്ട് 2 സിറ്റിസൺഷിപ്പ്. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 5 യൂണിയൻ ഗവൺമെൻറ്. ഓക്കെ അല്ലേ. അതുപോലെ പാർട്ട് 9 എന്താണ്? പഞ്ചായത്ത്സ് ആണ്. പാർട്ട് 9 പഞ്ചായത്ത്സ്. പാർട്ട് 9A മുനിസിപ്പാലിറ്റി. പാർട്ട് 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പിന്നെ എമർജൻസി പ്രൊവിഷൻസ് വരുന്നുണ്ട്. എലക്ഷൻസ്. പാർട്ട് 15 എന്താണ്? എലക്ഷൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാർട്ട് 18 എന്താണ്?
എമർജൻസി പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 20 ആണ്. പാർട്ട് 20 അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. പൊതുവെ ആദ്യത്തെ 4-5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, 2 സിറ്റിസൺഷിപ്പ്, 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ മാറിപ്പോയത്, 5 യൂണിയൻ ഗവൺമെൻറ്, 6 സ്റ്റേറ്റ് ഗവൺമെൻറ്, 9 പഞ്ചായത്ത്, 9A മുനിസിപ്പാലിറ്റി, 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പാർട്ട് 20 അമെൻമെൻ്റ് ആണ്. പാർട്ട് 18 എമർജൻസി പ്രൊവിഷൻസ്, 15 എലക്ഷൻസ് കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ്. പൊതുവേ അത് ഭയങ്കര പ്രശ്നമാണ് ഓരോന്നായിട്ട് നോക്കൽ. നമുക്ക് എന്തായാലും നോക്കാം. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ 1 പറഞ്ഞിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ആൾട്ടറേഷൻ ഓഫ് ഏരിയാസ് ബൗണ്ടറീസ്. അപ്പോൾ പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുക, അതുപോലെ തന്നെ ആൾട്ടറേഷൻ ഓഫ് ബൗണ്ടറീസ്, അതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 3 ആർട്ടിക്കിൾ 3 13 ലോസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഓർ ഇൻ ഡെറോഗേഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഏതെങ്കിലും രീതിയിലൊരു നിയമം, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി എന്താ പറയുക പൊരുത്തപ്പെട്ട് പോകുന്നതല്ലെങ്കിൽ അത് എന്താ പറയുക ജുഡീഷ്യൽ റിവ്യൂ, അതായത് അത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അത് വാലിഡ് ആയിരിക്കില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 13 പറഞ്ഞത്. അത് ഇംപ്ലിസിറ്റ്ലി ജുഡീഷ്യൽ റിവ്യൂ പറയുന്നതാണെന്ന് പറയും. എന്താണ് ഇംപ്ലിസിറ്റ്ലി? അതായത് ഇൻഡയറക്റ്റ്ലി ജുഡീഷ്യൽ റിവ്യൂയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. അതായത് ഏതെങ്കിലും നിയമം, പാർലമെൻറ്റ് പാസ്സാക്കിയ ഏതെങ്കിലും നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞതുപോലെ അല്ലാതെ അതിന് ഇൻ ലൈൻ വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിന് ജുഡീഷ്യൽ റിവ്യൂ വരാമെന്നും സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാമെന്നും ഇംപ്ലിസിറ്റ്ലി പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ, അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ജോബ് മാറ്റേഴ്സ്, പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി 17, അത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി 21, പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച്, പിന്നെ റൈറ്റ് ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ 21A, 25 ഫ്രീഡം ഓഫ് കോൺസൈൻസ്, പ്രൊഫസ് ആൻഡ് പ്രാക്ടീസ് റിലീജിയൻ, പിന്നെ 32 റെമഡീസ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് റൈറ്റ്സ്, പിന്നെ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. വില്ലേജ് പഞ്ചായത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ഇത് ചോദിക്കാറുണ്ട്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി 51 ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി അല്ലേ. 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. അപ്പം പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്, അല്ലാതെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല അല്ലേ. 51 പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. 72 പവർ ഓഫ് പ്രസിഡൻറ്റ് ടു ഗ്രാൻഡ് പാർഡൻ ചെയ്യാനുള്ള പവർ, അതായത് ഇപ്പോൾ കേസുകളിലൊക്കെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള പവർ ഓഫ് ദ പ്രസിഡൻറ്റ് ടു പാർഡൻ ആണ് 72, ആർട്ടിക്കിൾ 72. പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത് 24. മണി ബില്ലിനെ കുറിച്ച് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് 110. പിന്നെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബഡ്ജറ്റിൽ നിന്ന് നേരിട്ട് ആർട്ടിക്കിൾ 112 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണത്? ആർട്ടിക്കിൾ 112 എന്താണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അത് ബഡ്ജറ്റ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ വാക്കുണ്ടോ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഇല്ല. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് 112. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് എ മണി ബിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 110 ആർട്ടിക്കിൾ 110. പിന്നെ പവർ ഓഫ് പ്രസിഡൻറ്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട്, ഏതെങ്കിലും രീതിയിൽ 123 ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദ പ്രസിഡൻ്റ് ആണ് 123. പ്രോമൽഗേറ്റ് ഓർഡിനൻസസ്, പവർ ഓഫ് ദ പ്രസിഡൻറ്റ് ടു പ്രോമൽഗേറ്റ് ഓർഡിനൻസസ് ഡ്യൂറിംഗ് റെസസ് ഓഫ് ദ പാർലമെൻറ്റിൻ്റെ സെഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് പ്രസിഡൻറ്റിന് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ടെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 123. ആർട്ടിക്കിൾ 143 പവർ ഓഫ് ദ പ്രസിഡൻറ്റ് ടു കൺസൾട്ട് സുപ്രീം കോടതിനെ കൺസൾട്ട് ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ അഡ്വൈസിന് വേണ്ടി കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന പവർ ആർട്ടിക്കിൾ 143 പവർ ഓഫ് ദ പ്രസിഡൻറ്റ് ടു കൺസൾട്ട് സുപ്രീം കോടതി. ആൻഡ് ആർട്ടിക്കിൾ 155 അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ. എന്താണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ? ആർട്ടിക്കിൾ 155. പിന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടി 300A 312 ഓൾ ഇന്ത്യ സർവീസ്, ഇത് കേരള PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓൾ ഇന്ത്യ സർവീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആർട്ടിക്കിൾ 312 ആണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 323A ആണ്. പിന്നെ 352 നാഷണൽ എമർജൻസി, 356 പ്രസിഡൻസ് റൂള്, 360 ഫിനാൻഷ്യൽ എമർജൻസി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് 368, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ സ്കെഡ്യൂൾസ് ആണ്. 12 സ്കെഡ്യൂളാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ സെഷൻ നിർത്താം. 12 സ്കെഡ്യൂളിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണ് ഡീൽ ചെയ്യുന്നത്? ഇത് ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 12 ഷെഡ്യൂൾ ഉറപ്പായിട്ടും ബൈഹാർട്ട് പഠിക്കണം.
അതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ എന്താ പറയുക, നെയിം ഓഫ് ദി സ്റ്റേറ്റ്സ് ആൻഡ് ദർ ജൂറിസ്ഡിക്ഷൻ, നെയിം ഓഫ് ദി യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ദർ എക്സ്റ്റെൻറ്റ്. അപ്പം സ്റ്റേറ്റിൻ്റെയും ടെറിട്ടറി ജൂറിസ്ഡിക്ഷൻ പറയുന്നത്, അതുപോലെ യൂട്ടിൻ്റെയും ടെറിട്ടറി ജൂറിസ്ഡിക്ഷൻ പറയുന്നത് ഫസ്റ്റ് ഷെഡ്യൂളാണ്. രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എമോലുമെൻറ്റ്സ്, അലവൻസസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ഇത്രയും ആൾക്കാരുടെ എന്തൊക്കെയാണ് അവരുടെ പിന്നെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് സെക്കൻഡ് ഷെഡ്യൂൾ. ആരുടെയൊക്കെ? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, പിന്നെ ഗവർണേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ, ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും ആൾക്കാരുടെ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു എമോലുമെൻറ്റ്സ്, അലവൻസസ്, പ്രിവിലേജസ് എന്തൊക്കെയാണ് അവർക്ക് സാലറി മറ്റ് പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്നതാണ് സെക്കൻഡ് ഷെഡ്യൂൾ. തേർഡ്, ഫോം ഓഫ് ഓത്ത്സ് ഓർ എഫർമേഷൻസ്, ഓത്തുകൾ. ഇപ്പോൾ യൂണിയൻ മിനിസ്റ്റേഴ്സിൻ്റെ, കാൻഡിഡേറ്റ്സ് ഓഫ് ഇലക്ഷൻ ഓഫ് പാർലമെൻറ്റ്, മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ഇങ്ങനെയുള്ളവരുടെ ഓത്ത് പറയുന്നതാണ് എന്ത്? തേർഡ് ഷെഡ്യൂൾ. ഫോർത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു രാജ്യസഭ, ടു സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. രാജ്യസഭയിലേക്കുള്ള സീറ്റ് അലോക്കേഷനെ കുറിച്ച് പറയുന്നതാണ് ഫോർത്ത് ഷെഡ്യൂൾ. ഫിഫ്ത്ത് ഷെഡ്യൂൾ പറയുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസും ഷെഡ്യൂൾഡ് ട്രൈബ്സും ആണ് പറഞ്ഞത്. ഇതല്ലാത്തതാണ് സിക്സ്ത് ഷെഡ്യൂൾ പറഞ്ഞത്. പ്രൊവിഷൻസ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഈ നാലൊന്ന് ഓർത്ത് നോക്കണം, ഇത് ഇമ്പോർട്ടൻസ്. സിക്സ്ത് ഷെഡ്യൂൾ എന്താണ് പറയുന്നത്? പ്രൊവിഷൻസ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. പിന്നെ സെവൻത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൺകറൻറ്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റും, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്. കൺകറൻറ്റ്, സ്റ്റേറ്റ്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ് പറയുന്നതാണ് സെവൻത്ത് ഷെഡ്യൂൾ. സെവൻത്ത് ഷെഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. എയ്ത്ത് പറഞ്ഞിരിക്കുന്നത് ലാംഗ്വേജസ് ആണ്. ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എയ്ത്ത് ഷെഡ്യൂൾ, ഇമ്പോർട്ടൻ്റ് ആണ്. 9 എന്താണ്? ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ്, ഒറിജിനലി 13 ബട്ട് പ്രസൻ്റ്ലി 282 ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് ഡീലിംഗ് വിത്ത് ലാൻഡ് റിഫോംസ് ആൻഡ് അബോളിഷൻ ഓഫ് സെമീൻദാരി സിസ്റ്റം. ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 9th ഷെഡ്യൂൾ. 10th ഷെഡ്യൂൾ എന്താണ്? പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് കേട്ടിട്ടില്ലേ? അപ്പം എന്തൊക്കെയാണ് ഒരു മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് എന്ത് 10th ഷെഡ്യൂൾ. അപ്പോൾ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ. ദിസ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ളത്. ദ ഷെഡ്യൂൾ വാസ് ആഡഡ് ബൈ ദ 52nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1985 നോൺ ആസ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. 52nd അമെൻമെൻറ്റ് ആണ് 10th ഷെഡ്യൂൾ കൊണ്ടുവന്നത്. 11th എന്താണ്? പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അല്ലേ. 12th മുനിസിപ്പാലിറ്റീസും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാണ് ബോറോ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇമ്പോർട്ടൻ്റ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ഗവർണർ, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻസോ അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസോ എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1935 എന്നാണ്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? പാർലമെൻ്ററി ഗവൺമെൻറ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊറഗേറ്റീവ് റിറ്റ്സ്. റിറ്റ്സ് 5 ഉണ്ടല്ലേ. റിറ്റ്സ്, പാർലമെൻ്ററി പ്രിവിലേജസ് ആൻഡ് ബൈക്യാമറലിസം. 2 US കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ആൻഡ് പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡൻറ്റ്. എന്താ? US കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റും മെത്തേഡ് ഓഫ് ഇലക്ഷൻ. കാനഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്റർ, വെസ്റ്റിംഗ് ഓഫ് റെസിഡ്യൂറി പവേഴ്സ് ഇൻ സെൻറ്റർ, അപ്പോയിൻമെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ സെൻറ്റർ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഇത്രയും കാര്യമാണ് കാനഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺകറൻറ്റ് ലിസ്റ്റ്, ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ്, ഇൻ്റർകോഴ്സ്, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദി commerce and intercourse and the joint sitting of the 2 houses of the parliament, suspension of fundamental rights എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. USSR എന്താ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഐഡിയൽ ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻ ദ പ്രിയാമ്പിൾ. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, റിപ്പബ്ലിക് ആൻഡ് ഐഡിയൽസ് ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി ഇൻ പ്രിയാമ്പിൾ. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊസീജിയർ ഓഫ് അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞത് നോമിനേഷനാണ്, എലക്ഷൻ അല്ല. നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭയാണ്. സൗത്ത് ആഫ്രിക്ക എന്താണ്? പ്രൊസീജിയർ ഓഫ് അമെൻമെൻറ്റും എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇത്രയും കാര്യങ്ങൾ നോക്കേണ്ടതാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. ചില കാര്യങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതുണ്ട്, അതിൽ യാതൊരു വിഷയമില്ല. അതായത് ഷെഡ്യൂൾസ് പഠിക്കേണ്ടി വരും, ഈ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബൈഹാർട്ട് പഠിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ സഫീഷ്യൻ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്
ഒരു ചോദ്യം ചോദിക്കാം, എന്ത് ഫോം ഓഫ് സെക്യുലറിസമാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? കമൻറ്റിൽ ഇടാൻ പറ്റുമോ? അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ക്ലാസ് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫീച്ചറാണ്. ഈ സെക്യുലറിസം എന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്നാൽ ക്ലാസ് കേട്ടു എന്നാണ്, മര്യാദ ക്ലാസ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പാർട്ട് 2 നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സുമായിട്ട് ഡീൽ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം പാർട്ട് 1 നമ്മൾ 2 ചാപ്റ്റേഴ്സാണ് അല്ലേ, 2ഉം 3ഉമാണ് കവർ ചെയ്തത്. 4ഉം 5ഉം മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് 4ഉം 5ഉം ഒക്കെ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.